ഹലോ, നമുക്കിന്ന് ഇതുവരെ ഞാൻ ഇട്ട വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവം കണ്ടാലോ. അത് തുടക്കം മുതലേ സംഭവം എടുക്കേണ്ടതായിരുന്നു, പക്ഷേ പകുതി എത്തിയപ്പോഴേ പകുതി എത്തിയില്ല, ഒരു കാൽഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കും എനിക്കൊക്കെ അത് ഇടാന്നുള്ള ഒരു ബുദ്ധി വന്നത്. ആദ്യമൊന്നും ഞങ്ങൾക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. പോക്കിരി രാജയുടെ ഉള്ളിലായിരുന്നു ഞാൻ. അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്, അമ്മയും ഇതുപോലെ. അമ്മ ആ പരിപാടി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൽ അങ്ങ് പോയി. പിന്നെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല, എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം പകുതി വെച്ചെങ്കിൽ പകുതി വെച്ച്, കാൽ വെച്ചെങ്കിൽ കാൽ വെച്ച്. ബാക്കി നമുക്ക് കാണാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉടുപ്പ് എങ്ങനെയുണ്ട്? അമ്മ തയ്ച്ചതാട്ടോ. അപ്പോൾ ആ പരിപാടി തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പോലെ അമ്മേനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ അഴകാന കൈ മാത്രം കാണാം, പിന്നെ ഉടുപ്പും. ഈ വെട്ടുന്ന സമയത്തൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. തയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാനിങ്ങനെ ഫോണിൽ കളിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. സൈക്കിളല്ല, ഇടയ്ക്കെന്താ മിഷീൻ വേറൊരു ശബ്ദം? അത് മിഷീൻ്റെതല്ല, എൻ്റെ. അങ്ങനെ അമ്മയുടെ വീരശൂര പരാക്രമങ്ങൾക്ക് ശേഷം ഉടുപ്പിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഏകദേശം ശരിയായിട്ടുണ്ട്. മുകളിലത്തെ സംഭവങ്ങളൊക്കെ റെഡിയായി. ഈ പാവാട എന്ന് പറയും അല്ലേ അമ്മേ? എൻ്റെ പേരെന്നാ? പാവാട, അങ്ങനെ മതി. പാവാടയുടെ ഭാഗം കൂടെ ഉള്ളൂ. നമ്മുടെ ടോപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. വാവ്, വണ്ടർഫുൾ. അങ്ങനെ നമ്മുടെ അതിഭീകര സാഹസ്യങ്ങളിലൂടെ അതിമനോഹരമായ ഉടുപ്പ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇവിടം വരെ അത് ചെറുതായിട്ട് ഈ ഒരു ഭാഗം വരെ തയ്ച്ചത് വരെ മുമ്പ് എടുത്തിട്ട് വെച്ചേക്കുമായിരുന്നു. ബാക്കി അങ്ങനെ വലുതായിട്ട് കൂടുതൽ സമയം മൊത്തം നിരത്തി എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എല്ലാ അറ്റുകുറ്റു പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഉടുപ്പ് തയ്യാറായിരിക്കുകയാണ്. താങ്ക് യു മഞ്ജമ്മേ. ആ ഉടുപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു ഓർഡർ തരണം, എന്നിട്ട് വേണം നമുക്കത്. അതുകൊണ്ട് നമുക്ക് സൂപ്പറാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓർഡർ തന്ന് സഹകരിക്കുക. ഓക്കെ, ബൈ.